എൻ്റെ കേരളത്തോടൊപ്പം റേഡിയോ CU. എൻ്റെ പേര് സവാദ്. ഞാൻ മലപ്പുറം സർവേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസിലെ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാനാണ്. റവന്യൂ വകുപ്പ് നമ്മുടെ കേരളത്തിലെ റവന്യൂ ഭരണം നിർവഹിക്കുന്ന വകുപ്പാണ്. ഒരു ജില്ലയിലെ ജില്ലാ കളക്ടറാണ് റവന്യൂ വകുപ്പിൻ്റെ അധികാരി. റവന്യൂ വകുപ്പിന് കീഴിൽ തന്നെ വരുന്ന മറ്റൊരു വകുപ്പാണ് സർവേയും ഭൂരേഖയും വകുപ്പ്. കേരളത്തിലെ ലാൻഡുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് റവന്യൂ വകുപ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടിയുള്ള ലാൻഡ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് സർവേ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സർവേ വകുപ്പിൽ നിലവിലിപ്പോൾ ഡിജിറ്റൽ സർവേ എന്ന് പറയുന്ന ഒരു പദ്ധതി 2021 നവംബർ 1 മുതൽ നടക്കുന്നുണ്ട്. മുൻപ് കാലത്ത് നമ്മൾ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കിയിരുന്നത് മാനുവലി, സാധാരണഗതിയിൽ പേപ്പറിൽ വരച്ച് തയ്യാറാക്കുന്ന സർവേ രേഖകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 2021 നവംബർ മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും കടലാസ് രഹിതമായ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലെ 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുക. മലപ്പുറം ജില്ലയിൽ മൊത്തം 138 വില്ലേജുകളാണ് ഉള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 18 വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ ഡിപ്പാർട്ട്മെൻറ്റ് പൂർത്തീകരിക്കുകയുണ്ടായി. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലെ സർവേ ആരംഭിച്ചു. അവിടെ 6 വില്ലേജുകളുടെ സർവേ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള വില്ലേജുകളുടെ സർവേ നടക്കുന്നു. ഇതോടൊപ്പം തന്നെ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 2 വില്ലേജുകളുടെ സർവേ കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. റിയൽ ടൈം കൈനമാറ്റിക് റോവർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും സർവേ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് കേരളത്തിലെ 28 സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റഡ് റെഫറൻസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബേസ് സ്റ്റേഷൻ്റെ കൂടി സഹായത്തോടു കൂടി GPS സാങ്കേതികവിദ്യയെ അധിഷ്ഠിതമാക്കി കേരളത്തിലെ ഓരോ കൈവശ ഭൂമികളുടെയും അതിർത്തികളിൽ വരുന്ന ബെൻഡ് പോയിന്റുകൾ RTK റോവറിൻ്റെ സഹായത്തോടു കൂടി ഒബ്സർവ് ചെയ്ത് ഡിജിറ്റൽ രേഖ തയ്യാറാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ സർവേ പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിലെ ഉടനീളമുള്ള എല്ലാ വസ്തുക്കളുടെയും ഒരു സമഗ്രമായ ഡാറ്റാ ബാങ്ക്, മൾട്ടി കഡാസ്ട്രൽ ഡാറ്റാ ബാങ്ക് നമുക്ക് തയ്യാറാക്കാനാവും. ഇത് കേരളത്തിൻ്റെ വികസന രംഗത്ത് വിപ്ലവകരമായ ഒരു കുതിപ്പിന് തുടക്കം കുറിക്കും. അതുമാത്രമല്ല, റവന്യൂ ഭരണം, ദുരന്ത നിവാരണം, വികസന പ്രവർത്തനങ്ങൾ, കൂടാതെ വ്യക്തിഗതത്തിലുള്ള ഭൂമി തർക്കങ്ങൾ, അതിര് തർക്കങ്ങൾ, കോടതി കേസുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സമഗ്രമായ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ ഡിജിറ്റൽ സർവേ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എൻ്റെ ഭൂമി എന്ന വെബ് പോർട്ടലിലൂടെയാണ് ഈ സർവേ നടപടികൾ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത്. എല്ലാ പൊതുജനങ്ങൾക്കും ഈ ഡിജിറ്റൽ സർവേയുടെ തുടക്കം മുതൽ തന്നെ എൻ്റെ ഭൂമി പോർട്ടൽ അവൈലബിൾ ആയിരിക്കും. ഓരോ ഭൂമിയുടെ സർവേ പൂർത്തിയാകുമ്പോഴും ഭൂ ഉടമസ്ഥർക്ക് എൻ്റെ ഭൂമി പോർട്ടലിലൂടെ അവരുടെ ഭൂമിയെ സംബന്ധിച്ച വിവരങ്ങൾ കാണാനും അതൊരു ഓൺലൈനായി തന്നെ പരാതി സമർപ്പിക്കാനുമാകും. മാത്രമല്ല, ഈ സർവേ പൂർത്തിയാകുന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് പോക്കുവരവ് നടപടികൾ, അതുപോലെ ലൊക്കേഷൻ സ്കെച്ച്, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, ഇതിനെല്ലാം തന്നെ പൊതുജനങ്ങൾ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയാണ് ഈ എൻ്റെ ഭൂമി പദ്ധതി. പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു വസ്തു ക്രയവിക്രയം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഭൂമി വിൽക്കണമെങ്കിൽ എൻ്റെ ഭൂമി എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ പോർട്ടലിൽ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും അതുവഴി നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഭൂമി സർവേ ഉദ്യോഗസ്ഥൻ വന്ന് ഡിജിറ്റൽ സ്കെച്ച് തയ്യാറാക്കുകയും അത് ആധാരത്തിൻ്റെ ഭാഗമാക്കുകയും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഓട്ടോ മ്യൂട്ടേഷൻ സംഭവിക്കുകയും ചെയ്യും. ഇതിലൂടെ പോക്കുവരവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്ന് മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകുന്ന ഭൂമി തർക്കങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവായി കിട്ടുകയും ചെയ്യും. ഈ ഡിജിറ്റൽ സർവേ പദ്ധതി കുറ്റമറ്റ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർത്തീകരിക്കുന്നതെങ്കിലും ഈ സർവേ പദ്ധതിയിലുടനീളം പൊതുജനങ്ങളുടെ സഹകരണം കൂടിയേ കഴിയുകയുള്ളൂ. കാരണം ഇതൊരു ഫീൽഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭൂ ഉടമസ്ഥർ അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിർത്തികൾ എന്നിവ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ സർവേ സമയത്ത് ഭൂ ഉടമയുടെ മൊബൈൽ നമ്പർ ഈ എൻ്റെ ഭൂമി പോർട്ടലിൽ ഫീഡ് ചെയ്യുകയും അതിൻ്റെ പാസ്കോഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് ഭാവിയിൽ ഓൺലൈനായിട്ട് ഇത്തരം സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭിക്കുകയുള്ളൂ. എൻ്റെ കേരളത്തോടൊപ്പം റേഡിയോ CU.